അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ മുനിത്തടത്ത് പരിക്കേറ്റ ആനയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തടത്തിലെ മുളങ്കൂട്ടത്തിലാണ് ആനയെ കണ്ടത്. ആനയെ മയക്കുവെടി വെച്ച ശേഷം ചികിത്സ നൽകുകയാണ് ദൗത്യസംഘത്തിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ദൗത്യസംഘത്തിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനും കാലടി പ്ലാന്റേഷനിൽ നിന്ന് ആസിഫ് മുഹമ്മദും ചേരുന്നു. ആദ്യം ലെവിനിലേക്ക്. ലെവിൻ, ഈ ആനയ്ക്ക് എങ്ങനെ പരിക്കേറ്റത് എന്നാണ് മനസ്സിലാക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി ആതിരപ്പള്ളി വനമേഖലയോട് ചേർന്ന ആതിരപ്പള്ളി കാലടി പ്ലാന്റേഷനിലും ഏഴാറ്റുമുഖം അടക്കമുള്ള മേഖലകളിലും ഈ മുറിവേറ്റ കൊമ്പനെ കണ്ടുവരുന്നുണ്ട്. ഇത് വനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് പറമ്പിക്കുളം മേഖലയിൽ നിന്നും ഇവിടേക്ക് എത്തപ്പെട്ട ആനയാണ് എന്നുള്ളതാണ് സംശയിക്കുന്നത്. ആ രണ്ട് ആനകൾ തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ ഉണ്ടാകുന്ന മുറിവാണ് ആനയുടെ മസ്തകത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നും വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. രണ്ട് മുറിപ്പാടുകളാണ് ഉള്ളത്. പക്ഷേ ആ രണ്ട് മുറിപ്പാടുകളിൽ വലതുഭാഗത്തുള്ള മുറിപ്പാടിൽ നിന്നുമാണ് ചോരയും ചലവും ഒഴുകി വരുന്ന നിലയിൽ ഇപ്പോൾ ആനയുടെ ആരോഗ്യാവസ്ഥ എത്തി നിൽക്കുന്നത്. ആന ഇതിനോടകം തന്നെ വലിയ അവശത നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നലെ നമ്മളുമായി സംസാരിച്ച ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞത്. ഇന്ന് അദ്ദേഹം പറഞ്ഞത് ആന അതേ നിലയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഇന്നലെ 3 സ്ഥലങ്ങളിലായി ആനയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. കണ്ടെത്തി ചികിത്സ നൽകാനും മറ്റുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയാണ് അരുൺ സക്കറിയയും സംഘവും ആനയെ പരിശോധിച്ച് കണ്ടെത്തുന്നതിനായി തെരച്ചിൽ നടത്തിയത്. ആനയെ തെരച്ചിൽ നടത്തിയപ്പോൾ 3 സ്ഥലങ്ങളിലും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ ഇന്നലെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥലത്തല്ലായിരുന്നു. 2 ഘടകങ്ങൾ പ്രധാനമായും പരിശോധിക്കേണ്ടതുണ്ട് വെടിവെക്കുന്നതിന് മുൻപ്. ഒന്ന്, ആന നിൽക്കുന്ന പ്രതലം ഏത് തരത്തിലുള്ളതാണ്. കുറച്ചെങ്കിലും നിരപ്പായ ഒരു സ്ഥലത്ത് മാത്രം വെച്ച് വെടിവെച്ചാൽ മാത്രമേ ആനയെ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആനയ്ക്ക് അടുത്തെത്തി മയക്ക് നിർത്തി ചികിത്സിക്കാനാകൂ. രണ്ടാമത്തെ കാര്യം, ജലസാന്നിധ്യമില്ലാത്ത പ്രദേശമായിരിക്കണം. ചാലക്കുടി പുഴയുടെ സമീപത്ത് തന്നെയാണ് ആന എല്ലാ സ്ഥലങ്ങളിലും കണ്ടത്. ഈ കണ്ട ഭാഗങ്ങളിൽ വെച്ച് സമയങ്ങളിൽ വെടിവെച്ചാൽ ആനയ്ക്ക് അപായം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ പടക്കം പൊട്ടിച്ച് മറ്റൊരു മേഖലയിലേക്ക് ആനയെ തുരത്താൻ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റാൻ ശ്രമിച്ചു. ഈ പടക്കം പൊട്ടിച്ചതിന് പിന്നാലെ ആന രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതായത് മനുഷ്യ സാമീപ്യമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഓടി അകലുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് ഇന്നലെ ഡ്രോൺ ക്യാമറ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 8 മണിക്കൂറോളം വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ആനയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തി. പക്ഷേ ഇന്നലെ വൈകിട്ട് മുതൽ ഈ ദൗത്യസംഘത്തിന് കണ്ടെത്താനായില്ല. പിന്നീട് ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ മറ്റ് ആനകളെ കൂടി കണ്ടെത്തി. അതായത് ഈ മേഖല വലിയൊരു വന്യജീവി സാന്നിധ്യമുള്ളൊരു മേഖലയാണ്. ഒന്നിലധികം ആനകൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലങ്ങളിൽ അടക്കം പല തവണകളിലായി എത്തുന്ന, ഒരു ദിവസത്തിൽ തന്നെ പല തവണകളിലായി എത്തുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ മുറിവേറ്റ ആനയാണോ ഇതെന്നുള്ളത് ഇന്നലെ സ്ഥിരീകരിക്കാനായില്ല. ഇന്നലെ അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് വാച്ചർമാരെയും വനവകുപ്പ് ഉദ്യോഗസ്ഥരെയും ഒക്കെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സംഘങ്ങളായി നിർത്തിക്കൊണ്ട് തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ഇന്നും കണ്ടെത്താനായില്ല. ഇന്നും ആനയ്ക്ക് വേണ്ടി രാവിലെ മുതൽ തന്നെ തെരച്ചിൽ നടക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് തെരച്ചിൽ നടക്കുന്നത്. ഇവിടെയൊന്നും ഒരു സ്ഥലത്തും ഇതുവരെയും ആനയെ കണ്ടതായി സ്ഥിരീകരിക്കാനായില്ല. പക്ഷേ അല്പസമയങ്ങൾക്ക് മുൻപ് നമുക്കൊരു വിവരം ലഭിച്ചത് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത്, അതായത് കാലടി പ്ലാന്റേഷന്റെ 3-ാം നമ്പർ ബ്ലോക്കിലെ മുനിത്തടത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഉറപ്പിക്കാനായിട്ടില്ല. സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ നടക്കുകയാണ്. ഇന്ന് ഡോക്ടർ അരുൺ സക്കറിയ നമ്മളോട് പറഞ്ഞത് ഈ ദൗത്യസംഘത്തെ കൂടുതൽ വിപുലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ 25-അംഗ സംഘമായിരുന്നു ഡോക്ടർക്കൊപ്പം ഉണ്ടായിരുന്നത്. മറ്റു വനവകുപ്പ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആനയെ കണ്ടെത്തുന്നതിനും തിരച്ചിൽ നടത്തുന്നതിനുമായി ഈ സംഘത്തെ 50-അംഗ സംഘമായി വിപുലപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഘം വിപുലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ആസിഫ് കൂടി ചേരുകയാണ്. ആസിഫ്, ഈ ദൗത്യസംഘത്തിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? ആനയുടെ സാന്നിധ്യമുണ്ട്, ആനയെ കണ്ടു എന്ന് സ്ഥിരീകരിക്കുന്ന സ്ഥലം ഏതാണ്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, മുനിത്തടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ആനയെ കണ്ടതായി വിവരമുള്ളത്. പക്ഷേ ആ ആനയാണ് എന്ന് ഏകദേശം ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ദൗത്യസംഘം പറയുന്നത്. നമുക്കറിയാം, ഇന്നലെ 20-അംഗ സംഘമായിരുന്നുവെങ്കിൽ ഇന്ന് 50-അംഗ സംഘമായി വിപുലീകരിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 വിഭാഗമായി തിരിഞ്ഞുകൊണ്ട് ആ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ലക്ഷ്യം വെക്കുന്നത്. കാരണം ആനയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്ന് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. കാരണം അതിൻ്റെ മസ്തകത്തിലെ മുറിവ് അത് ആഴത്തിലുള്ളതാണ്. അത് ഒരുപക്ഷെ അതിൻ്റെ ആനയ്ക്ക് ജീവഹാനി അടക്കം സംഭവിക്കുന്നതിലേക്ക് ഇനി അത്
ചികിത്സ നൽകാതെ മുന്നോട്ട് പോയാൽ ഇടയാക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് അത്തരത്തിലുള്ള ഒരു വ്യാപകമായ പരിശോധന ഇന്ന് നടത്തുന്നുള്ളത്. ഇപ്പം നമ്മളോടൊപ്പം ഫൈസൽ കൂടി ചേരുകയാണ്. ഫൈസലിനെ സംബന്ധിച്ചോളം ഫൈസൽ ഇവിടുത്തെ ഈ കാർഡുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ കഴിഞ്ഞ കുറേ കാലമായി വാർത്തയും മറ്റും ചെയ്യുന്ന ആളാണ്. അതോടൊപ്പം ഇതിൻ്റെമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ കൃത്യമായി അറിയുന്ന ആളാണ്. നമ്മളിപ്പോൾ ഈ മുനിത്തടം എന്ന് പറയുന്ന പ്രദേശം അത് പ്ലാന്റേഷൻ്റെ എത്രത്തോളം ഉള്ളിലുള്ള ഒരു പ്രദേശമാണ്? ഈ മുനിത്തടം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് ഒരു 3 കിലോമീറ്റർ ചെന്നിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടുന്ന് ഉള്ളിലേക്ക് കയറി പോകുന്ന ഒരു മുനിയറയ്ക്കുള്ളൊരു സ്ഥലമാണ് ഈ മുനിത്തടം. ഡീപ്പ് ഫോറസ്റ്റ് തന്നെയാണ്. ഇന്നലെ 2ാം ബ്ലോക്കിലെ തുരുത്തിൽ ഈ ആനേനെ കണ്ടപ്പോൾ ഈ വെടിവെക്കാൻ വേണ്ടി ഈ മയക്കുവെടിക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് ഇത് ഓടിക്കയറിയത്. വിരളി കൊണ്ട് ഓടിക്കയറി അതിൻ്റെ അകത്ത് കയറി. പിന്നെ ഈ ആനേനെ സ്പോട്ട് ചെയ്യാൻ നിലവിൽ പറ്റിയിട്ടില്ല. നിലവിൽ ഈ പ്ലാന്റേഷൻ്റെ വാച്ചർമാരടക്കം അവിടെ ഈ തിരച്ചിലുണ്ട്. അപ്പോൾ അവരെ ബന്ധപ്പെട്ടപ്പോൾ പോലും ഈ ആനയെ കണ്ടെത്തിയില്ലെന്നാണ് പറയുന്നത്. ഇപ്പം നിലവിലുള്ള ആ ഒരു ആനയുടെ പുറകിൽ നിന്നുള്ള വ്യൂ കണ്ടതാണ് എന്നുള്ള വിചാരത്തിലുള്ള സെർച്ചിങ് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്, അല്ലേ? അതെ അതെ അതെ. ഇന്നലെ ഇതുപോലെ തന്നെ ഈ ആന ഇവിടെ നിന്ന് ഈ മുനിത്തടത്തിലേക്ക് കയറിപ്പോയതിനു ശേഷം ഈ പറയൻപാറ, അതായത് ഏഴാറ്റുമുഖം ഭാഗത്തെ പറയൻപാറയിലാണ് പിന്നെ ആനേനെ കണ്ടുവന്ന് ഒരു പ്രചരണം വന്നത്. വനംവകുപ്പ് അടക്കം ഡ്രോൺ വെച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും ആ ആന ആണെന്ന്, ഈ മുറിവേറ്റ ആനയാണെന്ന് മുനിത്തടത്ത് ആന ഉണ്ടെങ്കിൽ അവിടെ ഒരു വെടിവെക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണോ, അതോ ഈ പുഴയുടെ എന്തെങ്കിലും സാന്നിധ്യം തൊട്ടടുത്തുണ്ടോ? ഇല്ലില്ല. ഈ മുനിത്തടത്താണെങ്കിൽ വെടിവെക്കാൻ പറ്റില്ല. അതായത് നല്ല ഫോറസ്റ്റ് തന്നെയാണ്, തിക്ക് ഫോറസ്റ്റ് ആണ്. അവിടെ നിന്ന് മാറി ഒരു വെളിയിടത്തിൽ കിട്ടിയാൽ മാത്രമേ ഇതിനെ വെടിവെക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും. അപ്പോൾ ഈ ഒരു പ്രദേശമൊക്കെ ഫൈസലിനെ സംബന്ധിച്ച് കൃത്യമായി അറിയുകയും നമുക്ക് അടക്കം വാർത്തകൾ തരുന്ന നമ്മുടെ അടക്കം സ്റ്റിംഗർഷിപ്പിലൊക്കെ ഉള്ള ആളാണ് ഫൈസൽ. അതോടൊപ്പം തന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. ഇതൊരു താല്പര്യത്തിന് പുറത്ത് ഈ ഒരു പ്രദേശം കൃത്യമായി അറിയുന്നുള്ളൂ. അപ്പം ഫൈസൽ അടക്കമുള്ള സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മുനിത്തടത്ത് കണ്ടാൽ പോലും അത് ഭയങ്കര ഡീപ്പ് ഫോറസ്റ്റ് ആണ്. അവിടുന്ന് കുറച്ച് താഴേക്കോ അല്ലെങ്കിൽ ഒരു തെളിഞ്ഞ പ്രദേശത്തേക്കോ എത്തിച്ചാൽ മാത്രമാണ് അതിനെ നമുക്ക് മയക്കുവെടി വെക്കാനുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു വലിയ രീതിയിലുള്ള തെരച്ചിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ആനയുടെ മുറിവിൻ്റെ ഒരു വ്യാപ്തി അത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ സ്വാഭാവികമായും അതിനെ തൊട്ടടുത്ത് ലഭിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. മാത്രമല്ല ഇതിന് ആനക്കൂട്ടത്തിൻ്റെ ഒപ്പം കയറിപ്പോകാൻ സാധ്യത കുറവുള്ള ഒരു ആനയാണ് എന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞ കുറേ കാലമായി അത് ഒറ്റയ്ക്കുള്ള സഞ്ചാരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതിനെ നമുക്കിനി ഒരുപാട് ദിവസം ഇങ്ങനെ അലഞ്ഞ് തിരിയുന്ന, കാരണം ഇന്നലെ തന്നെയാണെങ്കിലും ഇത് വലിയ രീതിയിൽ മസ്തിഷ്കത്തിലേക്ക് മണ്ണുവാരി എറിയുന്ന അടക്കമുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുറിവിൻ്റെ ഒരു വ്യാപ്തി കൂടാനും മറ്റുമുള്ള സാധ്യത മുൻനിർത്തിയാണ് വലിയ രീതിയിലുള്ള പരിശോധന നടത്തുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രദേശത്തേക്കുള്ള പ്ലാന്റേഷനിലേക്ക് കയറാൻ കഴിയുന്ന എല്ലാ ചെക്ക് പോസ്റ്റിലും വാഹനങ്ങളൊക്കെ തടഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിശോധനയ്ക്ക് തടസ്സം സൃഷ്ടിക്കാൻ കഴിയുന്ന എല്ലാ തരത്തിലുമുള്ള വാഹനങ്ങളടക്കം തടഞ്ഞുകൊണ്ടാണ് ഈ ഒരു പരിശോധന തുടരുന്നത്. എന്തായാലും കാലടി പ്ലാന്റേഷനിലാണ് ഇപ്പോൾ ആന ഉള്ളത് എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും ആനയെ കണ്ടെത്താനുള്ള സംഘം വിപുലീകരിച്ചിട്ടുണ്ട്. മുറിവേറ്റ ആനയെ കണ്ടെത്താനുള്ള ദൗത്യം തുടരുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയനും ആസിഫ് മുഹമ്മദും.